ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മളുടെ എ സികളിൽ ചെറുതേനീച്ച, പ്രത്യേകിച്ച് ചെറുതേനീച്ചയാണ് ഇപ്പോൾ അധികം എ സികളിലും വരുന്നത്. അതെങ്ങനെയാണ് കടക്കുന്നത്, അത് കടന്നുള്ള ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നമുക്കറിയാം, നമ്മൾ എ സി ഫിറ്റ് ചെയ്യുമ്പോൾ ഔട്ട്ഡോറിലേക്ക് പോകുന്ന പൈപ്പിൻ്റെ അവിടെ കമ്പനികൾ ഒരു ഗ്ലൂ തരും നമുക്ക് അടക്കാൻ വേണ്ടിയിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നീഷ്യന്മാർ തന്നെ വൈറ്റ് സിമെൻറ്റൊക്കെ വെച്ചിട്ട് അടക്കും. പക്ഷേ കാലപ്പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയൊരു ഹോൾ ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ, ഈ സിമെൻറ്റ് പൊട്ടിപ്പോവുക അങ്ങനെയൊക്കെ ചെയ്താൽ ആ ഭാഗം ചെറിയൊരു ഹോള് പോലെയാവും. അതിലൂടെയാണ് മാക്സിമം നമ്മൾ ഈ ചെറുതേനീച്ച വന്ന് കയറുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചൂടുകാലത്ത് മാത്രം എ സി വർക്ക് ചെയ്യിക്കും. അപ്പോൾ നമ്മുടെ ഡ്രെയിനേജിലൂടെയൊക്കെ വെള്ളം പോയിട്ട് അതൊരു ഫ്ലോ പോലെ ആയിട്ടുണ്ടാവുമല്ലോ, അതോ ഒരു മിനുസം പോലെ ആയിട്ടുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ തണുപ്പ് കാലമായാലും ഒരു 4 മാസമോ 5 മാസമോ അടുപ്പിച്ചിട്ട് നമ്മളെ എ സി ഓഫാക്കി വെക്കും. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഈ സിമെൻറ്റ് അടച്ച ഭാഗം പൊട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതിലൂടെ വഴിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഡ്രെയിനേജ് ലൈൻ ഉണ്ടാവില്ലേ, ആ ഭാഗം ഫുള്ള് ഡ്രൈ ആയിട്ടാവും കിടക്കുക നമ്മുടെ ഡ്രെയിനേജ് ലൈൻ. കാരണം എ സി ഓൺ ആക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിലൂടെയും കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എ സി സർവീസ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമ്മൾ ഡ്രെയിനേജ് ലൈന്, നമ്മൾ ഈ കൊതുക് വല്ല നെറ്റൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ഡ്രസ്സുമേലൊക്കെ ഉണ്ടാവില്ല ചെറിയ ചെറിയ നെറ്റ്, ആ നെറ്റ് ഞങ്ങൾ ഡ്രെയിനേജ് ലൈൻ അടിച്ചു കൊടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹോളൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ വൈറ്റ് സിമെൻറ്റ് വെച്ച് അടച്ചു കൊടുക്കും. ചെറുതേനീച്ച വന്നിട്ട് നമ്മൾ ഇത് വരുന്നതിന് മുന്നേ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇത് വന്നാൽ പിന്നെ അതിൻ്റെ ആ പശ പോകാൻ, അതേപോലെ തന്നെ എ സി ക്ലീൻ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, ദിവസങ്ങളോളം എടുക്കും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഒരിക്കലും നമ്മളെ ഈ വന്നാൽ നേരെ നമ്മുടെ ഡ്രെയിനേജിൻ്റെ ട്രേയിലായിരിക്കും ചെറുതേനീച്ച കൂട് കൂട്ടുക. അതേപോലെ തന്നെ നമ്മൾ പി സി ബോർഡ്, എ സിയുടെ കവറ്, അതിൻ്റെ ഉൾഭാഗം അതൊക്കെ ഫുള്ള് നശിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് വെച്ചാൽ അത് ക്രാക്കാക്കല്ല, നേരെ മറിച്ച് ഇതിൻ്റെ ഈ പശയൊക്കെ വന്നിട്ട് അതിങ്ങനെ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നമ്മൾ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് കുത്തിയിട്ടാണ് ആ പശ പോലത്തെ സാധനങ്ങൾ എടുക്കുക. കുറേ ടൈം എടുക്കുകയും ചെയ്യും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ എ സി ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാനീ പറഞ്ഞ പോലെ പൈപ്പിൻ്റെ ബാക്ക് സൈഡ് നന്നായിട്ട് അടക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഡ്രെയിനേജ് ലൈന് ഫുള്ള് ക്ലോസ് ചെയ്യുക. പിന്നെ പറയാനുള്ളൊരു കാര്യം, എപ്പോഴെങ്കിലുമൊക്കെ മഴക്കാലമാണെങ്കിൽ പോലും നമ്മൾ എ സി മാസത്തിലൊരു 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഓണാക്കി വെക്കുക. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഡ്രെയിനേജ് ലൈന് വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ ചെറുതേനോ അല്ലെങ്കിൽ കടന്നല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.